മിഡ് നൈറ്റ് എക്സ്പ്രസ് എന്നൊരു പേര് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് അർദ്ധരാത്രി പുറപ്പെടുന്ന ഒരു ട്രെയിനാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അതൊരു ട്രെയിനിൻ്റെയോ റെയിൽപാതയുടെയോ പേരല്ല. മറിച്ച് ആകുലവും തീവ്രവുമായ ഒരു ജീവിതയാത്രയെ, അതുമല്ലെങ്കിൽ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയുള്ള ഒരു കടന്നുപോക്കിനെ ഇവയൊക്കെ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു ഉപമയായി ഉപയോഗിക്കുന്നതാണ്. ആ പേരിൽ പ്രസിദ്ധി ആർജിച്ച ഒരു സിനിമയുടെ പേരിൽ നിന്നാണ് മിഡ് നൈറ്റ് എക്സ്പ്രസ് എന്നൊരു പ്രയോഗം തന്നെ വന്നത്. ഒരു പേരും അതിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രമാത്രം സത്യസന്ധമാണ്. ഒരു പേര് കേട്ടതുകൊണ്ട് മാത്രം ഒരാളെയും ഒരു നാടിനെയും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും? ഒരിക്കലുമില്ല. ലക്ഷ്യസ്ഥാനം എഴുതി വെച്ച തീവണ്ടിയുടെ പേര് പോലും അതിൻ്റെ സത്യം മുഴുവനായും വിളിച്ചു പറയുന്നില്ല. അതിലുള്ള ഓരോ യാത്രക്കാരനും ഓരോ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ചിലപ്പോൾ പേരുകൾ ഒരുപാട് കഥകൾ സൃഷ്ടിച്ചേക്കാം, പക്ഷേ യഥാർത്ഥ ജീവിതം സംഭവിക്കുന്നത് പലപ്പോഴും നിശബ്ദമായിട്ടാണ്. ഒരു സിനിമയുടെയോ സംസ്ഥാനത്തിൻ്റെയോ പേര് അവിടെയുള്ള ജനങ്ങളുടെ പ്രതിനിധിയാകണമെന്നില്ല. കേരള സ്റ്റോറി എന്ന സിനിമ ഒരു കഥ പറയുന്നുണ്ടാവാം, പക്ഷെ അത് കേരളീയൻ്റെ കഥയല്ല. ഒരു നാട് എന്നാൽ അനവധി ജീവിതങ്ങളാണ്, ആയിരക്കണക്കിന് സത്യങ്ങളുമാണ്. ഒരു നാടിനും ഒരു കഥ മാത്രമായിട്ടുണ്ടാവുകയില്ല. ഇനി അഥവാ ഏതെങ്കിലും കഥയുണ്ടെങ്കിൽ അതുമാത്രം സത്യവുമാവുകയില്ല. അതുകൊണ്ട് പേരുകളെ വിശ്വസിക്കുന്നതിന് പകരം മനുഷ്യരെ മനസ്സിലാക്കുക. കേവലം ഒരു പേരുകൊണ്ട് മാത്രം ഒരു നാടിനെ വിലയിരുത്തരുത്. സിനിമകളും കഥകളും കാണാം, പക്ഷേ മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ സത്യം, യഥാർത്ഥ സത്യം. എല്ലാ പേരുകളും ലക്ഷ്യങ്ങളെ നിർവചിക്കുന്നില്ല. മറക്കരുത്, ഒരു കഥയും ഒരു സിനിമയും ഒരു ജനതയെ അപ്പാടെ അടയാളപ്പെടുത്തുന്നുമില്ല.